ഹലോ ഹലോ ജയ പുളിക്കൽ യൂട്യൂബ് ചാനൽ. ഹാപ്പി വിഷു. നമുക്ക് രാവിലെ വിഷുവിനുള്ളെല്ലാം ഉണ്ടാക്കണ്ടേ, തന്നെയല്ലുള്ളൂ കൊണ്ട് വീഡിയോ പിടിക്കാൻ ഓർത്തില്ല. ഇപ്പോൾ പായസം വെക്കാൻ തുടങ്ങുകയാണ്. അടപ്രഥമനാണ്. വെള്ളം അടുപ്പത്ത് വെച്ചു, അടുപ്പത്തിട്ടു. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. മത്തങ്ങ അരിശ്ശേരി, ചോറ് വെച്ചു, സാമ്പാർ, രസം, ഇത് പുളിശ്ശേരി, പിന്നെ ഇഞ്ചിക്കറി, ഉള്ളിക്കറി, അച്ചാർ. പായസത്തിനുള്ള പണി നോക്കുക. പ്രഥമൻ ഉണ്ടാക്കാൻ നോക്കാണ്ട് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചു. ഇനി അത് ഊറ്റി കളയട്ടെ, എന്നിട്ട് പിടിക്കാം. അട വേവിച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് കൊണ്ടുവന്നു കഴുകിയെടുത്തു. വേവിച്ചിട്ട് കഴുകണം, അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ എങ്ങനെ ഇരിക്കും ഉണ്ടാവുന്നേ. അങ്ങനെ ഈ അട ഒന്നിലൊന്ന് ഒട്ടാതെ ഇരിക്കാൻ വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, തിരക്കാറുണ്ട്. ഞാൻ തന്നെയല്ലേ ഉള്ളൂ. പിള്ളേരൊക്കെ ഒന്ന് തേങ്ങയൊക്കെ ചിരണ്ടി കുറച്ച് കഴുകി തന്നിട്ട് പോയി. അവർക്ക് വയ്യ. അപ്പം മോക്കടെ വീട്ടിലാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാം ഉണ്ടാക്കി തന്നെ തിന്ന പരിചയമുള്ളൂ. അമ്പലത്തിലൊക്കെ പോവും, വരുമ്പോൾ ചോറിൻ്റെ മുമ്പിലിരുന്ന് വരും. അപ്പോൾ എൻ്റെ മക്കളും കഷ്ടപ്പെടുന്നില്ല, ഞാനുണ്ടല്ലോ. ഒരു മോളല്ലേ ഉള്ളൂ, ഇപ്പോൾ വന്നത്. അവൾ പോളൻ്റെ നിന്ന് വന്നതല്ലേ, റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അട വേവിച്ച് കഴുകി കൊണ്ടുവന്നു. നമുക്കിനി അടുത്തത് ചെരുവ അടുപ്പത്ത് വെക്കാം. അയ്യോ, വലിയ ചെരുവ വെച്ച് വെക്കണത്. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കിയ ശർക്കരപ്പാരിയാണിത്. കറുത്ത ശർക്കര കേട്ടോ, മറൂർ ശർക്കര കറുത്തത്. കറുത്ത ശർക്കര കൊണ്ടാണ് ചെയ്താലാണ് അടപ്രഥമൻ കറുത്തിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെളുത്തിരിക്കും. വെള്ള ശർക്കര ഉണ്ടാക്കിയ രണ്ട് മറൂർ ശർക്കരയാണ്. പട വേവിച്ചു, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ക്യാരറ്റ് വേവിച്ച്, ബീട്രൂട്ട് വേവിച്ച് വെച്ചിരിക്കുന്നു. ചട്നി ഉണ്ടാക്കാൻ, സാമ്പാർ എല്ലാം കാണിച്ചു തന്നില്ലേ. ചവൂരി വേവിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കട്ടെ കേട്ടോ. എനിക്ക് അമ്പലത്തിലും പോകണം, ബാക്കി കാണിക്കാം. ആദ്യം നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ആദ്യം ഒഴിക്കും. ഉരുളിയിലേക്ക് നെയ്യ് ഒഴിക്കുക കേട്ടോ. കുറച്ച് നെയ്യ് ആദ്യം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അട എടുത്തിടാം. എല്ലാം ഞാൻ തന്നെ വേണം, പോകണം. ഇവിടെ നിന്ന് കാണും. അട എടുത്തിട്ടെ വെക്കാനും സ്ഥലമില്ല. കാണത്തുള്ളൂ. അതെ, അട ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കാണിക്കാറുണ്ട്. എൻ്റെ കൈ പൊള്ളിപ്പോയി. കുറച്ചോടെ അടയും നിലത്തി ആടിപ്പോയി. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അടേ ഇട്ടപ്പോൾ നിങ്ങളെ കാണിക്കാതിരുന്ന എൻ്റെ കൈ പൊള്ളിപ്പോയി. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പാത്രം അടപ്പത്ത് വെച്ചിട്ട് നെയ്യ് കുറച്ചിട്ടു, അടയിട്ടു. അടയൊന്ന് ഇതായി കഴിഞ്ഞപ്പോൾ ശർക്കര പാനി ഒഴിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ പാലൊഴിക്കാം. രണ്ടാമത്തെ പാലൊഴിക്കുക. എൻ്റെ ഒരു കയ്യിൽ ഒരു കയ്യിൽ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എൻ്റെ കൈ പൊള്ളി പോയി. രണ്ടാമത്തെ പാലൊഴിച്ചു, ശർക്കരപ്പാനി ഒഴിച്ചു, അടയിട്ടു, രണ്ടാമത്തെ പാലൊഴിച്ചു. ഇനി ചവൂരി വേവിച്ചിടാം. ചവൂരിയും കൂടെ ഇട്ട് നമുക്ക് ഇളക്കാം. ഒരു കൈ കൊണ്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ഭയങ്കര ഒരു ചവൂരി കിട്ടും. ചവൂരിയും അടയും കിടന്ന് നല്ല സ്നേഹിക്കട്ടെ. ഒരു അമ്മ സ്നേഹിക്കട്ടെ. അതെങ്കിലും കൂടി വേവണം. എന്നിട്ട് നമുക്ക് വെന്ത് നല്ല ഇതായി കഴിയുമ്പോൾ ലാസ്റ്റ് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ. ഇനി അടയും ചവൂരി എല്ലാം ശർക്കരപ്പാനി കിടന്ന് വേവട്ടെ, എന്നിട്ട് കാണിക്കാം. ശർക്കര അട കിടന്ന് വെന്തു.
ശർക്കരപ്പാനിയിലും രണ്ടാമത്തെ തേങ്ങാപ്പാലിലും നെയ്യിലും കിടന്ന് വേവുകയാണ്. ഇനി നമുക്ക് ആദ്യത്തെ പാലൊഴിക്കാം. ആദ്യത്തെ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ഇതാവുള്ളൂ. തിളക്കരുത്, ഒത്തിരി തിളക്കരുത്, പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് വാങ്ങാം. പായസം വാങ്ങി വെച്ചു, പ്രഥമൻ വാങ്ങി. നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ചുക്കുപൊടി, ഏലക്കപ്പൊടി എല്ലാം കൂടെ ഇടാം. മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പ് കടക്കാരന് ഒന്നിച്ചിട്ട് വന്നു. അതുകൊണ്ട് അത് നെയ്യിൽ വാട്ടുമ്പോൾ അണ്ടിപ്പരിപ്പിന് മൂപ്പ് ഉള്ളും, മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോവില്ലേ. അപ്പോൾ അത് തിരിഞ്ഞെടുക്കുക. എന്തിടങ്ങേറാന്ന് നോക്കിക്ക് ഓരോരുത്തർ ചെയ്ത് തന്നത്. നാടവും പാടില്ല, കുറവും പാടില്ല, ഒന്നും പാടില്ല. എന്നാലും നമുക്ക് ആണ്ടിൽ ഒരു വർഷമല്ലേ ഉള്ളൂ. എന്നും ഒന്നും വിഷു ഒന്നുമില്ലല്ലോ. നമുക്ക് ജീവിച്ച് ഈ ഭൂമിയിലിരിക്കുന്ന കാലം വരെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളെല്ലാം ഈ ദിവസം നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിധി നമ്മുടെ മക്കളുടെ കൂടെ അടിച്ചു പൊളിക്കുക ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇപ്പം എല്ലാം റെഡിയായി. പായസം റെഡിയായി, ചോറ് റെഡിയായി, സാമ്പാർ, അവിയൽ വെക്കണം. തോരൻ മോളുണ്ടാക്കി കൊണ്ടുവന്നു. പിന്നെ ഇഞ്ചിക്കറി, ഉള്ളിക്കറി, അച്ചാർ, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, അതൊക്കെ എല്ലാം ശരിയായി. നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പപ്പടം കാച്ചണം. എന്നാൽ വെക്കട്ടെ, ഇനി കാച്ചി ഒഴിക്കട്ടെ. പണിയെല്ലാം കഴിഞ്ഞു. രസം ഉണ്ടാക്കി, തൈര്, ചട്നി, ചൂടുവെള്ളം തിളപ്പിച്ചു, ഇഞ്ചിക്കറിയും, പുളിശ്ശേരി, സാമ്പാർ, എരിശ്ശേരി, പായസം, ചോറ്, അവിയൽ, പിന്നെ ഇഞ്ചിക്കറി, ഉള്ളിക്കറി, മാങ്ങ അച്ചാർ എല്ലാം റെഡി. ഇനി പപ്പടം കാച്ചാനേ ഉള്ളൂ. അപ്പോൾ ഞാനിനി അമ്പലത്തിൽ പോകാൻ കുളിക്കട്ടെ. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പപ്പടം കാച്ചാം. എന്നിട്ട് കുറേ നേരം കിടന്നുറങ്ങണം. ഓക്കെ, പിന്നെ കാണാം. തല്ലിപ്പടച്ച അമ്പലത്തിൽ പോവുകയാണ്. തൃക്കാരൂരമ്പലത്തിലാണ് പോണത്. വേഗം പോയിട്ട് വരട്ടെ. എല്ലാ പണിയും കഴിച്ചു, ആകനാശമായി വേർത്ത് കുളിച്ചു. പോയിട്ട് വരട്ടെ. അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണിക്കാം കേട്ടോ. നേരെ ഒത്തിരി സമയം ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അപ്പം അമ്പലത്തിൽ ചെന്നിട്ട് കാണിക്കാം. ടാറ്റാ. അമ്പലത്തിൽ വന്നു. ശിവലയുടെ സമയം കൊണ്ട് പുറത്ത് നിൽക്കുക. അമ്പലത്തിൽ പോയി ദേവിയമ്പലമാണ് കാണുന്നത്. അമ്പലത്തിൽ തൊഴുത് തിരിച്ചു പോകുന്നത്. നടക്കുക വീട്ടിലേക്ക്. തല്ലിപ്പിടിച്ചൊരു പോരലായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. എന്നെ മറന്നു പോകരുത്. കുറേ ആയിരുന്നു വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കണേ. മോളെ കെട്ടിച്ച പിള്ളേരൊക്കെ എല്ലാവരൊക്കെ അവരുടെ കുടുംബമൊക്കെ ആയില്ലേ. അപ്പോൾ നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യണം. എന്നെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എല്ലാവരും വരണം. ഊണ് ഞാൻ ഇടാം. ടാറ്റാ, ബൈ ബൈ.